السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷയുള്ള രാവുകളിൽ ചെയ്യേണ്ട അമലുകൾ, വളീഫകൾ. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹദീസുകളെല്ലാം ഉള്ളതുപോലെ മൻ സ്വല്ല ലൈലത്തുൽ ഖദ്രി അൽ ഇശാ വൽ ഫജ്റ ഫി ജമാഅത്തിൻ ഫഖദ് അഖദ മിൻ ലൈലത്തുൽ ഖദ്രി ബിൻ നസീഫ് ബിൽ വാഫിർ. താരീഖ് ബഗ്ദാദ് 2-ാം വാല്യം 414-ാമത്തെ പേജിൽ കൻസുൻ നജാഹി വസൂറൂറിലൊക്കെ കാണാം. അതായത് ഇശാ നിസ്കാരവും സുബഹിസ്കാരം ജമാഅത്തിൽ നിസ്കരിക്കുക. ജമാഅത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എപ്പോഴും വേണമല്ലോ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലം കൂടുതലാണ് ജമാഅത്തായി നമസ്കരിച്ചാൽ. വലിയ മഹത്വമുള്ളതാണ്. നമ്മുടെ മഹാന്മാർക്ക് ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, ജമാഅത്ത് നഷ്ടപ്പെടുക, ഇമാമിൻ്റെ കൂടെ തക്ബീർ നഷ്ടപ്പെടുക. ഇമാമിൻ്റെ കൂടെ തക്ബീർ നഷ്ടപ്പെട്ടാൽ 3 ദിവസം ടെൻഷൻ ഉണ്ടാവും മഹാന്മാർക്ക്. ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ 7 ദിവസം വരെ ടെൻഷൻ ഉണ്ടാവും. ചില മഹാന്മാർക്ക് പലപ്പോഴും ആ വിഷമം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ രാജാവാണ്. ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രാവശ്യം ജമാഅത്ത് നഷ്ടപ്പെട്ട പറഞ്ഞു, എന്ത് മുസീബത്താ വന്ന, എൻ്റെ രാജാധികാരം നഷ്ടപ്പെട്ടാലും എനിക്ക് അത്ര വിഷമല്ല, ഇന്ന് ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ എന്ന് മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മൈമൂൻ മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ജമാഅത്ത് അത്ര പ്രധാനമായ വിഷയമാണ്. എല്ലാ ദിവസവും, വർഷത്തിൻ്റെ എല്ലാ ദിവസവും, പ്രത്യേകിച്ചും പരിശുദ്ധ റമളാൻ മാസത്തിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പരിശുദ്ധ റമളാൻ ഷരീഫിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ രാവുകളിൽ മഗ്രിബും ഇശാഉം സുബ്ഹിയും ഇതിങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയിലെ ഇബാദത്തിൻ്റെ ഒരു അംശം ലഭിച്ചു. മാത്രമല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ലത്വായിഫുൽ മആരിഫ് 368 പറഞ്ഞത് കാണാം, അസ്തഹിബു അൻ യകൂന ഇജ്തിഹാദുഹു ഫീ നഹാരിഹാ കജ്തിഹാദിഹി ഫീ ലൈലിഹാ. രാത്രിയിൽ അധ്വാനിക്കുന്നത് പോലെ പകലിൽ അധ്വാനിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് അവസാനത്തെ 10ന്റെ പകൽ അധ്വാനം വേണം, അതും കൂടുതൽ ശ്രദ്ധിക്കണം രാത്രി പോലെ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ 3-ാം വാല്യത്തിൽ പറഞ്ഞല്ലോ, രാത്രി പോലെ പകലും എന്താക്കണം, യുസന്നുൽ ഇജ്തിഹാദു ഫീഹി കലൈലത്തിഹി, പകലും അധ്വാനിക്കണം എന്ന് പറഞ്ഞത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏതായാലും വളരെ പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജമാഅത്തിൻ്റെ കാര്യം ഒരു ഹദീസിൽ കാണാം, മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ ശത്റുൽ ലൈലി ഫഇദാ സ്വല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ ശത്റുൽ ആഖിർ. ഇശാ നമസ്കാരം ജമാഅത്തിൽ നിസ്കരിച്ചാൽ രാത്രിൻ്റെ ഒരു ഭാഗം ഇബാദത്ത് മതിയാണല്ലോ. സുബഹിയും കൂടി ജമാഅത്താക്കിയാലോ രാത്രി മറ്റേ ഭാഗം ഇബാദത്ത്. അപ്പോൾ ഇശാഉം സുബഹിയും ജമാഅത്ത് നിസ്കരിച്ചാൽ രാത്രി മുഴുവനും ഇബാദത്ത് കൂലി കിട്ടുന്ന. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നാം കൂടുതൽ ശ്രദ്ധിക്കണം. ജമാഅത്തിൻ്റെ കാര്യം ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിലും എഅ്തികാഫിൻ്റെ ബാബിൽ തുടക്കത്തിൽ തന്നെ അതാണല്ലോ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ വേണ്ടിയാണ് എഅ്തികാഫ് ഇരിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മഗ്രിബ് ഇശാ ജമാഅത്ത്. ചെയ്യുമ്പോൾ നമുക്ക് രാത്രി മുഴുവനും വിവാദത്ത് കൂലി കിട്ടുമല്ല, അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ നാം ചില കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നിസ്കാരം അത് നിർബന്ധമായിട്ടും നമ്മൾ കഴിയുന്ന പരമാവധി ഖളാ വീട്ടാൻ നോക്കണം. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലൊക്കെ പറഞ്ഞതുപോലെ, സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല ഫത്തുഹുൽ മിലൊക്കെ വിശദീകരിച്ചതുപോലെ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, പുണ്യരാവുകളിലും പുണ്യദിനങ്ങളിലും മറ്റു സമയങ്ങളിലെല്ലാം കഴിയുന്ന പരമാവധി നമുക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ഖളാ നമ്മൾ വീട്ടണം. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യണം എന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അതോടുകൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ വലിയ പ്രതിഫലം തന്നെയാണ് നിഹായത്ത് ഹുസൈനിലും അതിൻ്റെ തഖ്രീറിലൊക്കെ രേഖപ്പെട്ടതുപോലെ. അതുപോലെ നമ്മൾ ചെയ്യേണ്ട തസ്ബീഹ് നിസ്കാരം പോലത്തെ സംഗതികൾ. തസ്ബീഹ് നമസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. തസ്ബീഹ് നിസ്കാരത്തെ നമ്മൾ ഗൗരവമായി കാണണം. അത്തർശീഹ് ലി ബയാനി സ്വലാത്തി തസ്ബീഹ് എന്ന് പറഞ്ഞ ഒരു കിതാബ് തന്നെ കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ അലി തൂലൂൻ ദിമഷ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 953 വഫാത്തായ മഹാൻ. തർശീഹിന്റെ മുസന്നിഫിനിക്കും സയ്യിദ് അലവി അസ്സഖാഫ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സബ്അത്തു കുത്തുബിൽ തർശീഹിനെ സംബന്ധിച്ച് ഒരു റിസാല കാണതാണ്. റിസാല തന്നെ കാണാം.
ഏതായാലും അത്തർശീലി ബയാനി സ്വലാത്തി തസ്ബീഹിൽ അല്ലാമ മുഹമ്മദ് ബിൻ അലി തൂലൂനി ദിമഷ്ഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞ ചില സംഭവങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബുൽ ജൗസ ഔസ് ബിൻ അബ്ദുല്ലാഹിൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഇമാം അബു മാലിക്കിൽ ഉഖൈലി തങ്ങൾ പറയാണ്. മൂപ്പര് ഒരു പള്ളിയിൽ ഒരു സ്ഥലത്തെ ഇമാമായിരുന്നു സയ്യിദ്ന അബുൽ ജൗസ ഔസ് ബിൻ അബ്ദുല്ലാഹിൽ ബസരി തങ്ങൾ. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു മുഅദ്ദിനോട് പറഞ്ഞിന്, നീ ബാങ്ക് കൊടുത്ത ശേഷം എൻ്റെ നിസ്കാരം കഴിയാതെ ഇക്കാമത്ത് കൊടുക്കരുതേ, എൻ്റെ നിസ്കാരം കഴിയാതെ നിങ്ങൾ ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കരുതേ, നിസ്കാരം തുടങ്ങരുതേ എന്ന് ബഹുമാനപ്പെട്ട അബുൽ ജൗസ ഔസ് ബിൻ അബ്ദുല്ലാഹിൽ ബസരി തങ്ങൾ പറയും. സംഗതി എന്താ, ബാങ്ക് കൊടുത്ത ശേഷം ളുഹുർ നിസ്കാരത്തിന്റെ മുമ്പ് തസ്ബീഹ് നിസ്കരിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബുൽ ജൗസ തങ്ങൾ. നിത്യജീവിതത്തിന്റെ പതിവായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ. അത് മാത്രല്ല ഇമാം അബ്ദുൽ അസീസ് ബിൻ അബി റവ്വാദ് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട് പറയാണ്, സ്വർഗത്തിന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ തസ്ബീഹ്സ്കാർ നിർബന്ധമായി നിസ്കരിക്കണേ. അതുപോലെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അതുപോലത്തെ പണ്ഡിതന്മാരൊക്കെ തസ്ബീഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് റിവായത്ത് പറയാറുണ്ട്, അതിന്റെ മഹത്വങ്ങളൊക്കെ ധാരാളം ഉണ്ട് എന്ന് മഹാനായ ഇമാം തുർമുദി തങ്ങൾ പറയാണ്. മാത്രല്ല ഖാത്തിമുൽ മുജ്തഹിദീൻ നജ്മുൽ ഹഖ് വദ്ദീൻ അസ്മീനി തങ്ങൾ പറയാണ്, തസ്ബീഹ് നിസ്കാരത്തിന്റെ വിഷയം പറയപ്പോ തസ്ബീഹ് നിസ്കാരം ഫിഖത്തായിരിക്കുന്ന റായിമാരെ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്, വലിയ ബറക്കത്തുൽ നിസ്കാരമാണ്, ഇതിന്റെ സവാബ് അദീമാണ്, അത് സിയാദത്തുൻ നഫ്ഉള്ളതാണ് എന്നൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നു, സയ്യിദുന അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു തസ്ബീഹ്സ്കരിച്ചിരുന്നു. എന്നിട്ട് പറയും, ഇത് സ്വാലിഹീങ്ങളിൽ നിന്ന് കിട്ടിയതാണ്, സ്വാലിഹീങ്ങൾ കിട്ടിയതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയും. ഇതെല്ലാം അത്തർശീലി ബയാനി സ്വലാത്തി തസ്ബീഹിന്റെ 27 മുതൽ 41 വരെയുള്ള വ്യത്യസ്തമായ പേജുകളിൽ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഇമാം അബൂ ഉസ്മാൻ ഖൈരി തങ്ങൾ പറയാണ്, എനിക്ക് മുസീബത്തും വിഷമങ്ങളും ടെൻഷനുകളൊക്കെ വന്നാൽ അതിനെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തസ്ബീഹ്സ്കാരം നിസ്കരിക്കും, തസ്ബീഹ്സ്കാരത്തിനേക്കാളും എനിക്ക് അങ്ങനത്തെ വേറെ വസ്തു ഇല്ല എന്ന് പറഞ്ഞത് ഇത്തിഹാഫു സാദാത്തുൽ മുത്തഖീൻ കിതാബ് അസ്റാറി സ്വലാത്തിൽ 7-ാം ബാബില് 4-ാമത്തെ ഖിസ്മ് 3-ാം വാല്യം 794-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൻ നജാഹി വസുറൂറിലും പറഞ്ഞത്. നമ്മൾ സാധാരണ മറ്റു പുണ്യ രാവുകളിലൊക്കെ തസ്ബീഹ് നിസ്കാരത്തിന് പതിവാക്കാം എന്നൊക്കെ പറഞ്ഞത്. തസ്ബീഹ് നിസ്കാരത്തിന് കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ ഇമാം സാവി തങ്ങൾ ഹാശത്തു സാവി അല തഫ്സീറുൽ ജലാലയിലും അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റിയാദുൽ ജന്ന മിൻ അദ്കാറിൽ കിതാബി വസുന്ന എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയാണ്, യംബഗി ദാ വാഖ ഉംറുഹു ഔ ഫാതഹുൽ ഖിയാമിൻ അവ്വലി മാ യുൻസബുൽ മൗകിബിൽ ഇലാഹി അൻ യബ്ദഅ ബി ജവാമിഇൽ കരീമിൽ ആയാതി വൽ അഖ്ബാർ ഫയുസല്ലി ബിഹാ ലിഅന്ന അല്ലാഹു തആല മാ അഖ്ബർനാ ഇല്ലാ ലിയകുന ഇഹ്തിമാമുനാ ബിഹാ അക്സർ. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. നമുക്ക് ഇബാദത്തൊക്കെ കുറവാണ്, ആയസൊക്കെ കുറവാണ്, നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടാണ്. അതിന് പരിഹരിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകൾ, ജവാമിഉൽ കലീം, അവിടുന്ന് പഠിപ്പിച്ച സന്ദേശങ്ങൾ, ലഫ്ദ് ഖലീൽ മഅന കസീറായ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ചിലത് കുറച്ചോതിയാൽ കുറേ കൂലി ലഭിക്കും. അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാം. ഉദാഹരണം ആയത്തുൽ കുർസി ഓതിയാൽ 1000 ആയത്തിന്റെ കൂലിയാണ്. സൂറത്തുൽ ഹശറിന്റെ അവസാനത്ത് ഓതിയാൽ 1000 ആയത്തിന്റെ കൂലിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആന്റെ സുലുസാണത് എന്നൊക്കെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അത് ഖുർആന്റെ നിസ്ഫാണ്. അങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സംഗതികളെയും ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അവിടുത്തെ റിയാദുൽ ജന്ന 14-ാമത്തെ പേജിൽ പറയുകയാണ്. മാത്രല്ല ബഹുമാനപ്പെട്ട ഇമാം സാവി തങ്ങൾ അവിടുത്തെ ഹാശിയത്തു സാവി അല തഫ്സീറുൽ ജലാലയിൽ പറഞ്ഞത് കാണാം. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഇമാം സാവി തങ്ങൾ പറയുന്നു, ലൈലത്തുൽ ഖദ്ർ അതായത് പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പ്രയാസമുണ്ട്. ഇന്ന് അങ്ങനെ പ്രയാസമുള്ള ആൾക്കാർ പ്രതിഫലം കുറേ ലഭിക്കുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യണം. ഒരുപാട് കൂലികൾ ലഭിക്കുമെന്ന് ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ഹദീസുകളിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ പാരായണം ചെയ്ത് അങ്ങനെ ഒരുപാട് കൂലി കരസ്ഥാമക്കൽ അത്യാവശ്യമാണെന്ന് ഇമാം സാവി തങ്ങൾ പറയാണ്. ഉദാഹരണം പറയാം, ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്താണല്ലത് എന്ന ഹദീസിൽ, അന്നഹ അഫ്ളലു ആയത്തുൽ ഖുർആൻ. അതുപോലെ
ആയത്തുൽ കുർസിയും ആമൻ റസൂൽ ഓതാം. അതിലൊക്കെ സാധാരണ ഓതും, നമ്മൾ അത് അധികരിപ്പിക്കണം. ഇങ്ങനെയുള്ള പിന്നുള്ള രാവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയത്തുൽ കുർസി, ആമൻ റസൂൽ, മൻ ഖാമ ബിഹിമാ ഫീ ലൈലത്തിൻ കഫത്താഹു എന്ന ഇത് രണ്ടും ആയത്തുകൾ ഓതിയാൽ, ആമൻ റസൂലും ആയത്തുൽ കുർസി, അവനക്ക് അത് മദീന എന്ന ഹദീസിൽ കാണാം. മറ്റൊന്ന് അന്നഹാ തഅദുലു നിസ്ഫൽ ഖുർആൻ എന്ന് പറഞ്ഞത് കാണാം. എന്തിനെ സംബന്ധിച്ച്? സൂറത്തു സൽസലയെ കുറിച്ച്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അത് രണ്ടിട്ട് ഓതിയാൽ ഒരു ഖുർആൻ ഓതിയ മതിയാണ്. കാരണം പൗതി ഖുർആന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കൂലി, ഖുർആൻ പകുതി ഓതുന്ന കൂലി സൂറത്തുൽ സൽസലയെ കുറിച്ചുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത്. അതുപോലെ അന്നഹ തഅദിലു റുബ്അൽ ഖുർആൻ, റുബ്ഉൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് റിവായത്ത് കാണാം. യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ സംബന്ധിച്ച് തഅദിലു നിസ്ഫൽ ഖുർആൻ എന്ന റിവായത്താ പറഞ്ഞത്. അതുപോലെ റുബ്ഉൽ ഖുർആൻ രണ്ട് റിവായത്തും ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. നിസ്ഫ് തഖ്സിമാകുന്നതും റുബ് തഖ്സിമാകുന്നതും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി റിയാദുൽ ജന്ന 14-ാമത്തെ പേജിൽ പറഞ്ഞു. ഇമാം സാബി തങ്ങൾ പറയുന്നു അന്നഹാ തഅദിലു റുബ്ഉൽ ഖുർആൻ, അതായത് സൂറത്തുൽ കാഫിറൂന അത് ഖുർആനിന്റെ 4-ൽ1 ഭാഗമാണ് എന്ന ഹദീസിലുണ്ട്. അതുപോലെ തഅദിലു സുലുസഹു, സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അത് ഒരു പ്രാവശ്യത സുലുസുൽ ഖുർആൻ ഓതിയ മതിയാണ്. അത് 3 ഓതിയാൽ ഖത്മുൽ ഖുർആൻ ഓതിയ പ്രതിഫലം അല്ലാഹു നൽകും. അതുപോലെ സൂറത്ത് യാസീൻ അന്നഹാ ഖൽബുൽ ഖുർആനി വ അന്നഹാ ലിമാ ഖുരിഅത് ലഹു, പരിശുദ്ധ ഖുർആന്റെ മനസ്സാണ് സൂറത്ത് യാസീൻ. യാസീൻ ഖുർആന്റെ ഹൃദയമാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ യാസീൻ ഓതപ്പെടുന്നത് അത് അതിനുള്ളതാണ് എന്ന ഹദീസിലുണ്ട്. ഇതെല്ലാം വിശദീകരിച്ച് ഇമാം സാബി തങ്ങൾ ഹാഷിയത്തുസ് സാബി അലാ തഫ്സീൽ ജലാലിനി 4-ാം വാല്യം 309-ാമത്തെ പേജിൽ പറയുന്നു. അതോടുകൂടെ ഇമാം സാബി തങ്ങൾ പറയാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, തസ്ബീഹ് അധികരിപ്പിക്കണം, ഹംദ് അധികരിപ്പിക്കണം, തഹ്ലീൽ അധികരിപ്പിക്കണം, മറ്റു ദിക്റുകളൊക്കെ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. കാരണം ഈ റമളാനും ഈ ലൈലത്തുൽ ഖദ്റും ഈ പുണ്യരാവുകളും ഈ പുണ്യദിനങ്ങളെല്ലാം നമുക്ക് ലഭിക്കാൻ കാരണക്കാരൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വമുള്ളത്, അതിന്റെ മുമ്പ് അതിനേക്കാൾ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാവ് എന്ന് സാബിയിലും ഹാഷിയത്തുസ് സാബി അലാ ജലാലൈൻ, ഹാഷിയത്തു ഷർവാനി അലാ തുഹ്ഫത്തുൽ മുഹ്താജ്, അതുപോലെ ദഖാറുൽ ഖുർആൻ ഫി മവാഇദ് ഷഹർ റമളാനിൽ നിന്ന് മുമ്പ് വിശദീകരിച്ചതാണ്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. അതുപോലെ സ്വന്തത്തിനും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. മറ്റു മുഅ്മിനീങ്ങൾക്കൊക്കെ മഗ്ഫിറത്തും ദുആയിരിക്കുക. മാത്രമല്ല തെറ്റുകളിൽ നിന്ന് അവയവങ്ങളെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക. ഇതൊക്കെ വലിയ മഹത്വം കിട്ടുന്ന സംഗതികളാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ ഈ കാര്യങ്ങളൊക്കെ ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അതോടുകൂടെ രാത്രി നിസ്കരിക്കണം. അതിന് ചുരുങ്ങിയ രൂപമാണ് ഇങ്ങനെ ജമാഅത്തായി നിസ്കരിക്കാം, സുബഹിയും മഗ്രിബും ഇശായൊക്കെ. അതോടുകൂടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ അത് കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഇങ്ങനെയുള്ള ആയത്തുൽ കുർസി, ആമൻ റസൂൽ, ഇങ്ങനെയുള്ള ഖുർആൻ ഓത്ത് അധികരിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതോടുകൂടെ ഹദീസിൽ വന്ന ഒരു ദുആ, ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദ്ർ നേടിയ പ്രതിഫലമുണ്ട് എന്നാ. ലൈലത്തുൽ ഖദ്ർ കിട്ടിയ പോലെയാണെന്നാ. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ റബ്ബിൽ അർശിൽ അലീം. ഈ പ്രാർത്ഥന ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് സായിമാം ഫയംബഗിൽ ഇത്യാനു ബിദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രി ഇത് കൊണ്ടുവരണേ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇമാം സാബി തങ്ങൾ പറയാണ് ഈ കാര്യങ്ങളെല്ലാം രാത്രിയിലും ചെയ്യണം, അത്യാവശ്യമാണ്. എല്ലാ രാത്രിയിലും ചെയ്യൽ അത്യാവശ്യമാണെന്ന് തഫ്സീർ സാബി 4-ാം വാല്യം 309-ാമത്തെ പേജിൽ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ മഹത്വമാണിത്. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 3 പ്രാവശ്യം ചെല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മാത്രം എന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഏതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, കാരണം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വലാസിം മിൻഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, മുല്ലാൽ ഖാരി റഹിമഹുല്ലാഹ് മിർഖാത്തിൽ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു അധികരിപ്പിക്കുക. എടുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ലൈലത്തുൽ ഖദ്റിന് ചൊല്ലിയാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് നുസ്ഹത്തിലും തദ്കിറത്തിലൊക്കെ കാണാം. ഏതായാലും അതുപോലെ ഒരുപാട് അബ്ദുൽ ഹമീദ് ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കൻസുൻ നജാഹിൽ ഒരുപാട് പറഞ്ഞു. പ്രത്യേകിച്ചും നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച്
പറഞ്ഞത് അവ്വലുഹു തഹ്ലീലുൻ വഔസത്തുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് കൻസുൻ നജാഹിബ് സുറൂർ 79ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവ്വലുഹു റഹ്മത്തുൻ വഔസത്തുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഖുസൈമ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത അവ്വലുഹു റഹ്മത്തുൻ വഔസത്തുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തർവീഹുൽ ജിനാൻ ബി അഹ്കാമി അദ്കാരി റമളാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നാം ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കാൻ നോക്കണം. അതുപോലെ ആയത്തുൽ കുർസി, ആമൻ റസൂൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതോടുകൂടി തഫ്സീർ സാവിൽ പറഞ്ഞ ഈ വിഷയങ്ങളും അതോടുകൂടെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ സൈനുദ്ദീൻ ജുമാനി റഹ്മത്തുള്ളാഹി ദഖായിറുൽ ഇഖ്വാനിൽ പറഞ്ഞു. ദഖായിറുൽ ഇഖ്വാനിൽ പറയാണ്, അലി റളിയല്ലാഹു അൻഹു തൊട്ട് മൻ ഖറഅ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ബഅദൽ ഇശാഇ സബ്അ മറാത്തിൻ അഫാഹുല്ലാഹു മിൻ കുല്ലി ബലാഇൻ വദഅലഹു 70000 മലക് ബിൽ ജന്നah. ഇന്നാ അൻസൽന സൂറത്ത് എന്താക്കണം? ഇശാന്റെ ശൗർ 7 പ്രാവശ്യം, സുബീന മുമ്പായിട്ട് 7 പ്രാവശ്യം എല്ലാ ദിവസവും ഓതാം. ഒരുപാട് ബലാ മുസീബത്തുകൾ തടയപ്പെടാനും അതുപോലെ 70,000 മലക്കുകൾ സ്വർഗം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതായാലും ഫളായിൽ അമാലാണ്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ അബ്ദുൽ ഹമീദ് ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അവ്വലുഹു തഹ്ലീലുൻ വഔസത്തുഹു തസ്ബീഹ്, അവ്വലുഹു തസ്ബീഹുൻ വഔസത്തുഹു തഹ്ലീലുൻ വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബ് എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് ധാരാളം ചെല്ലണം. നമ്മൾ കൻസുൻ നജാഹി 79 കാണാം. കാരണം ലാ ഇലാഹ ഇല്ലാ അൻത തഹ്ലീൽ ഉണ്ട് ആദ്യം, പിന്നെ സുബ്ഹാനക തസ്ബീഹ് ഉണ്ട്, പിന്നെ ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ ളാലിമാണ്, ദോഷിയാണ് എന്ന് അംഗീകരിക്കൽ ഇഖ്റാറുൻ ബിദ്ദംബ് ഉണ്ട്. വലിയ മഹത്വമാണ്. അതിനെ സംബന്ധിച്ച് അബ്ദുൽ ഹമീദ് ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൻ നജാഹി വസൂറിലൊക്കെ പറഞ്ഞല്ല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിനെ സംബന്ധിച്ച് പറയുന്നു, വാദഅ ബിഹി മഹ്മൂമുൻ വലാ മഖ്മൂമുൻ വലാ മക്റൂബുൻ വലാ മദിയൂനുൻ ഫീ യൗമിൻ 3 മറാത്തിൻ ഇല്ലസ്തുജീബ ലഹു. ഖസീനത്തിലൊക്കെ കാണാം, കൻസുൻ നജാഹിൽ സൂറത്തിലൊക്കെ കാണാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു 3 വട്ടം ചൊല്ലിയാൽ, എല്ലാ ദിവസവും 3 വട്ടം ചെല്ലാം. പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിലൊക്കെ ഒരു 3 വട്ടം ചുരുങ്ങിയത് അധികരിപ്പിക്കാൻ നോക്കാം. അങ്ങനെ ധാരാളം ചെല്ലുമ്പോൾ ഒരുപാട് ഹമ്മ് നീങ്ങാനും മഗ്ഫിറത്ത് ലഭിക്കാനൊക്കെ വലിയ കാരണമാണ്. മാത്രമല്ല രാത്രി ഹയാത്താക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ദുൽ ഹമീദ് ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൻ നജാഹി 175 പറയാണ്, എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്നിരിക്കെ ഇശാ ജമാഅത്ത് നിസ്കരിക്കുക, സുബീന്റെ ജമാഅത്തിന് ഉറച്ച തീരുമാനം എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഹിയാ ഉല്ലയിലെ ഒരു മഹത്വം കിട്ടും എന്നാണ്. മാത്രല്ല ബഹുമാനപ്പെട്ട് പറയുന്നു, വൽ ഔലാൽ ഇൻസാനി യുസല്ലി ഫി ഹാദിഹി ലൈലത്തി സ്വലാത്തു തസാബീഹ് അല്ലത്തി അല്ലമഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അമ്മിഹിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വലി ഗൈരിഹി മിൻ അഖാരിബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുക്കും അതുപോലെ കുടുംബത്തിലെ പലർക്കും പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരമാണേത്? തസ്ബീഹ് നമസ്കാരം. ആ തസ്ബീഹ് നിസ്കാരം നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ഈ ഇങ്ങനെയുള്ള രാവുകളിൽ പ്രത്യേകം ചെയ്യണമെന്ന് ഷഅബാൻ ഷബ് ബറാത്തിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ സ്ഥലത്തും മറ്റും കൻസുൻ നജാഹി സൂറിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഈ രാവുകളിൽ നമ്മൾ തസ്ബീഹ് നമസ്കാരം അധികരിപ്പിക്കുക, മാത്രമല്ല സ്വലാത്ത് അധികരിപ്പിക്കുക, ആയത്തുൽ കുർസി 3 ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വ റബ്ബിൽ അർശിൽ അലീം ഇതൊരു 3 വട്ടം ചൊല്ലാം. ഇതിനെ സംബന്ധിച്ച് ധാരാളം മഹത്വങ്ങൾ കാണാം. മഹാന്മാർ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. വനായിമാം പറയാണ്, ശിഹാബുദ്ദീൻ സുഹരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ് മർഫൂആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ റബ്ബിൽ അർശിൽ അലീം ഇത് 3 വട്ടം ചൊല്ലിയാൽ കാനക മിസ്ലിമൻ അദ്റക ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്ർ എത്തിച്ച പോലെ അത്രക്കും മഹത്വമാണ് ഈ ദുആ. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു താരീഖ് മദീനത്ത് ദിമഷ്ക് 19-ാം വാല്യം 155-ാമത്തെ പേജിൽ പറഞ്ഞു. അതുപോലെ 2 സ്ഥലത്ത് 2-ാമത്തെ സ്ഥലം 65-ാം വാല്യം 276-ാമത്തെ പേജിലും സുഹരി ഇമാമിനെ തൊട്ട് മഹാനായ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇമാം സാവി തങ്ങൾ അവിടുത്തെ ഹാഷിയത്തു സാവി അലാ തഫ്സീറുൽ ജലാലിയിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ
ഇത് ഒരാൾ ചെല്ലുമ്പോൾ വലിയ മഹത്വമാണ്. അവനക്ക് ലൈലത്തുൽ ഖദർ അമൽ ചെയ്ത കൂലി കിട്ടുമെന്നും മാത്രമല്ല ലൈലത്തുൽ ഖദർ ആയത്തുൽ കുർസി ഓതിയാൽ കാന അഹബ്ബ ഇലല്ലാഹി തആല മിൻ അൻ യഖ്തിമൽ ഖുർആന ഫീ ഗൈരിഹാ മിനൽ ലയാലി. മറ്റു ദിനങ്ങളിലൊക്കെ ഖുർആൻ ഖത്മാക്കുന്ന പോലെയാണ് ഈ പുണ്യ രാവിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ സൂറത്തുൽ കുർസി ആയത്തുൽ കുർസി ഓതണമെന്നും അതുപോലെ ഒരുപാട് ദുആകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ചും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കാരണം ഹദീസിലുള്ളതാണ്, ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈൻ വാഫഖത്തു ലൈലത്തുൽ ഖദ്രി ഫബിമ അദഉ, ലൈലത്തുൽ ഖദ്ർ എനിക്ക് വന്നു കിട്ടിയാൽ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലി ആയിഷ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ വിധത്തിൽ ഹാക്കിം ഇമാം റളിയല്ലാഹു അൻഹു മുസ്തദറക്ക് 1/530, ഇമാം തുർമുദി തങ്ങൾ 3513 ഹദീസാണിത്. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ നമ്മൾ ധാരാളം അമൽ ചെയ്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതിന്റെ കൂടെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീൻ വദ്ദുനിയ വൽ ആഖിറ, അതും ചെല്ലണമെന്ന് ലൈലത്തുൽ ഖദർ പ്രത്യേകമായി വന്നിട്ടുണ്ട്. വനായി ഇമാമിനെ തൊട്ട് ഷഅബാനിലെ വിഷയം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് കൻസുൻ നജാഹിബ് സുറൂർ 249 പേജിൽ കാണാം. അതുപോലെ തുഹ്ഫത്തുൽ ഇഖ്വാൻ ഹിജാസി തങ്ങളുടെ 146 157 വരെ, റൗദുൽ ഫായിഖ് 61 വരെ, അങ്ങനെയുള്ള ഒരുപാട് ദുആകളും ഔറാദുകളൊക്കെ മഹാന്മാർ പഠിപ്പിച്ചു. അതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലതായിഫുൽ മആരിഫിൽ എത്ര പ്രാർത്ഥനകളാ പറഞ്ഞത്, യാ കബീറ ദംബി അഫ്വുല്ലാഹി മിൻ ദംബിക അക്ബറൂ, മഹത്തുക്കളൊക്കെ ദുആർന്നതുപോലെ അല്ലാഹുമ്മ ഇന്ന ദുനൂബി ഖദ് അളുമത് ഫജല്ലത് അനി സിഫതി വഇന്നഹാ സഗീറത്തുൻ ഫീ ജംബി അഫ്വിക ഫഅഫു അന്നീ. മുത്തറിഫ് എന്നവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ലതായിഫുൽ മആരിഫ് 371 കാണാം. അല്ലാഹുമ്മ അർള അന്ന ഫഇല്ലം തർള അന്ന ഫഅഫു അന്ന മൻ അളുമത് ദുനൂബുഹു ഫീ നഫ്സിഹി ലം യത്മഉ ഫിർ റിളാ വകാന ഗായതു അമലിഹി യത്മഉ ഫിൽ അഫ്വി വമൻ കമുലത് മഅരിഫതുഹു ലം യറ നഫ്സഹു ഇല്ലാ ഫീ ഹാദിഹിൽ മൻസില. അതായത് മുത്തറിഫ് തങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അർള അന്ന ഫഇല്ലം തർള അന്ന ഫഅഫു അന്ന എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പഠിച്ചവനെ എന്നെ തൃപ്തിപ്പെടില്ലെങ്കിൽ എനിക്ക് മാഫ് നൽകി. ഇങ്ങനെ നല്ല നല്ല ദുആകള് മഹാനായ ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ലതായിഫുൽ മആരിഫിലൊക്കെ രേഖപ്പെടുത്തുകയാണ്. അവിടുത്തെ ലതായിഫുൽ മആരിഫ് 367 മുതൽ ബഹുമാനപ്പെട്ട ഒരുപാട് ബൈത്തുകളും ദുആകളും 371 വരെ അവിടുത്തെ മജ്ലിസ് 5ാമത്തെ മജ്ലിസ് ലതായിഫുൽ മആരിഫിൽ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ഈ മഹാന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ ധാരാളം ദിക്റുകൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട എത്ര ഗ്രന്ഥങ്ങളാണ് മഹാന്മാർ എഴുതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹാഫിദ് സൈനുദ്ദീൻ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതിയ ശറഹുസ് സദ്ഇ ബിദിക്രി ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥമുണ്ട്. അതുപോലെ ഒരുപാട് മഹാന്മാർ ലൈലത്തുൽ ഖദ്ർ, മർഹബായ ലൈലത്തുൽ ഖദ്ർ, അതുപോലെ ലൈലത്തുൽ ഖദ്റിന്റെ ഫളായിലുകൾ 15ഓളം ഫളീലത്തുകൾ പ്രധാനപ്പെട്ട ഹദീസുകൾ വന്നത്, അതുപോലെ ജിലാഉസ് സദ്ർ ഫി ഫളാഇൽ ലൈലത്തുൽ ഖദ്ർ, അതുപോലെ ഇബ്തിസാമത്ത് സഗ്ർ ഫി നദ്മി മുനാസബത്തിൽ ലൈലത്തുൽ ഖദ്ർ, ഇസ്ലാജുസ് സദ്ർ ബിൽ കലാമി അൻ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി മഅനാഹാ വ വഖ്തുഹാ വ ദുആഉ ഫിഹാ. പ്രത്യേകിച്ചും ഹാഫിദ് അബൂ സർഅ അഹ്മദ് ബിൻ അബ്ദുർ റഹീം അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥം ശറഹു സദ്രി ബിദിക്രി ലൈലത്തുൽ ഖദ്രി. അങ്ങനെയുള്ള ഇതിൽ ബഹുമാനപ്പെട്ടവർ ധാരാളം ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളൊക്കെ ധാരാളം ഉദ്ധരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൂറു ഫി ഫളാഇൽ അയ്യാമി വശുഹൂർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ 4ാമത്തെ മജ്ലിസ് ഫുള്ള് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടതാണ്. 61 മുതൽ ബഹുമാനപ്പെട്ട ഒരുപാട് നസീഹത്തും ദുആഓട് കൂടെ 66ാമത്തെ പേജ് വരെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ 66ാമത്തെ പേജ് ഈ ദുആ ഇങ്ങനെയുള്ള ദുആ കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക നജാത മിനന്നാർ വൽ അഫ്വ അമ്മ ഖതറഫ്നാഹു മിനദ് ദുനൂബി വൽ ഔസാർ ആനാ അൽ-ലൈലി വ അത്റാഫൻ നഹാർ ഇന്നക അൻതർ റഹീമുൽ കരീമുൽ ഗഫാർ യാ അർഹമർ റഹീമീൻ. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുമെല്ലാം മഹത്തുക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സാധാരണ നമ്മൾ ചെല്ലാറുള്ള
ഔറാദുകൾ ഹദ്ദാദ് റാത്തീബ്, വിർദുൽ ലത്തീഫ്, അതുപോലെ അലാ ഹസ്രത്ത് റഹിമഹുള്ളയുടെ മാഖല്ലദ ആമിൻ അദ്ഇയത്തുൽ മുസ്തഫ, അതായത് അലാ ഹസ്രത്ത് റഹിമഹുള്ളാന്റെ അൽ വലീഫത്തുൽ കരീമ, അതുപോലെ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ വിർദുൻ നബവി ഹദ്ദാദ്, ഇമാം ഷാലിയാത്ത് റഹിമഹുള്ള തരീഖാത്ത് എഴുതിയ ആ വിർദുൻ നബവി, വിർദുൽ ഹദ്ദാദ്, അങ്ങനെയുള്ള ഔറാദുകൾ നമ്മൾ കൂട്ടേണ്ടതുണ്ട്. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹിമഹുള്ള എഴുതിയതും അതുപോലെ അലാ ഹസ്രത്ത് റഹിമഹുള്ള എഴുതിയും ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്തമായ അൽ വലീഫത്തുൽ അസ്ഹരിയ തുടങ്ങിയ ഒരുപാട് വലീഫകളൊക്കെ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ, ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങിയ രാവായതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളം ഓതേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരൊക്കെ പരിശുദ്ധ ഖുർആൻ ധാരാളം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റമദാനിൽ 62 ഖുർആൻ ഖത്മാക്കിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖൈറാത്തുൽ ഹൈസാൻ 50-ാമത്തെ പേജിൽ പറയാണ്. അതുപോലെ സയ്യിദ് അസ്വദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു റമദാൻ മുബാറക്കിൽ 2 പ്രാവശ്യം ഖുർആൻ 2 രാത്രിയിൽ ഒരു ഖുർആൻ ഫുൾ ഓതി തീർക്കുമായിരുന്നു. ഇശാമകന്റെ ഇടയിൽ മാത്രമേ കുറച്ച് നിന്ന് ബാക്കിയുള്ള എല്ലാ സമയത്തും ഖുർആൻ ഓതി 6 രാത്രി കൊണ്ട് ഖുർആന് ബാക്കി മാസത്തിൽ ഖത്മാക്കിയിരുന്ന ബഹുമാനപ്പെട്ട അസ്വദ് ബിൻ യസീദ് തങ്ങൾ റമദാൻ മാസത്തിൽ 2 ദിവസത്തിൽ ഖുർആൻ ഖത്മാക്കിയിരുന്നു എന്ന് അത്തബഖാത്തുൽ കുബ്രയിൽ ഇബ്നു സഅദ് തങ്ങൾ 6-ാം വാല്യം 136-ലും, അതുപോലെ ബഹുമാനപ്പെട്ട അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി ഹിലിയത്തുൽ ഔലിയ 2-ാം വാല്യം 120-ലൊക്കെ വിശദമായി പറഞ്ഞു കാണാം. അതുപോലെ ഖത്താദത്തുൻ ദിആമ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ 7 രാത്രികളെ കൊണ്ട് ഒരു ഖുർആൻ ഖത്മാക്കിയിരുന്നു റമദാൻ അല്ലാത്ത സമയത്ത്. അതേ സ്ഥാനത്ത് റമദാൻ മുബാറക്കിലോ 3 രാത്രിയിൽ പരിശുദ്ധ ഖുർആൻ ഖത്മാക്കുമെന്ന് മാത്രമല്ല റമദാൻ മുബാറക്കിന്റെ അവസാനത്തെ 10 എല്ലാ രാത്രിയിലും ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഖത്മാക്കിയിരുന്നു എന്ന് സിയറു അഅ്ലാമിൻ നുബല 6-ാം വാല്യം 95-ൽ, അതുപോലെ ഹിലിയത്തുൽ ഔലിയ 2-ാം വാല്യം 385-ലൊക്കെ കാണാം. അതുപോലെ സയ്യിദ്ന സഅദ് ബിൻ ഇബ്രാഹിം സുഹരി തങ്ങൾ പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ 21-ാം രാവിലും 23-ാം രാവിലും 25-ാം രാവിലും 27-ാം രാവിലും 29-ാം രാവിലൊക്കെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഖുർആൻ ഖത്മാക്കുമായിരുന്നു. ഖുർആൻ ഖത്മാക്കാതെ നോമ്പ് തുറക്കാറില്ല. മാത്രമല്ല ഇശാമകന്റെ ഇടയിൽ തഫക്കറു ഫി ആലാ ഇല്ലാഹി വലാ തഫക്കറു ഫി ദാത്തില്ലാഹി ഫതഹ്ലികു തഫക്കറു ഫി ഖൽഖില്ലാഹി വലാ തഫക്കറു ഫില്ലാഹി എന്നലക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിന്തിച്ച് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇശാമകന്റെ ഇടയിൽ മഹാനവറുകൾ, അതായത് സയ്യിദ് ബിൻ ഇബ്രാഹിം സുഹരി തങ്ങൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല അധികം നോമ്പ് തുറക്കാൻ പാവപ്പെട്ട ആളുകളൊക്കെ ക്ഷണിക്കുകയും നോമ്പ് തുറക്കുകയും ഇങ്ങനെല്ലാം ഖുർആൻ ഖത്മാക്കിയിരുന്ന മഹാനാണ് സയ്യിദുന സഅദ് ബിൻ ഇബ്രാഹിം സുഹരി എന്ന് ബഹുമാനപ്പെട്ട അബൂ നുഐം തങ്ങൾ റഹിമഹുല്ലാഹി ഹിലിയത്തുൽ ഔലിയ 3-ാം വാല്യം 199-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ ഷരീഫിൽ 60 ഖുർആൻ ഖത്മാക്കിയിരുന്നു എന്ന് ഹിലിയത്തുൽ ഔലിയയിലും ഇയാനത്തിലും അതുപോലെ ഇത്ഖാനിലും അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കളൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ സമ്മാനിച്ച മുത്തഖീൻ, കാരണം ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടാൽ അവർക്ക് എല്ലാ ഖൈറും നഷ്ടപ്പെട്ടു എന്ന് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ നമുക്ക് കരസ്ഥമാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരൊക്കെ ഒരുപാട് ദുആകൾ ഖത്മുൽ ഖുർആൻ ദുആ ബിർറുൽ വാലിദൈൻ എന്നൊക്കെ ദുആക്ക് കൻസുൻ നജാഹി വസ്സുറൂർ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ, അതുപോലെ ശംസുദ്ദീൻ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിസ്നുൽ ഹസീൻ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ ആ ദുആകളൊക്കെ നമ്മൾ ധാരാളം, പ്രത്യേകിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, സലാം ഇങ്ങനെല്ലാം അധികരിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും മാഫാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതാൻ അല്ലാഹു അതുപോലെ ഇൽമിന്റെ അഹ്ലുകാരായ ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതുകയും അതോടുകൂടെ ഹക്കിന്റെ അഹ്ലുകാരായ മഹത്തുക്കളുടെ തഫ്സീർ ഗ്രന്ഥങ്ങളും നോക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ഖൈറും ലുത്ഫും ആഫിയത്തും ഇസ്തിഖാമത്തും സഅദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.